എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നമുക്ക് അരിപ്പൊടി, തേങ്ങാപ്പാൽ, പഞ്ചസാര, നല്ല ജീരകം, ഉപ്പ് ഇതെല്ലാം ആവശ്യമുണ്ട്. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ 250 ml കപ്പിൽ അരക്കപ്പ് അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ഞാനിവിടെ വീട്ടിൽ വറുത്ത പൊടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് പൊടിയായാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ വീട്ടിൽ മേടിക്കണം ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് പൊടി ആഡ് ചെയ്യണം. ഒരു 1/4 സ്പൂൺ ഉപ്പ് പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. ഉപ്പ് പൊടി തീർച്ചയായിട്ടും ഇട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇതൊരു പച്ചളം ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യം മറക്കരുത്. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 250 ml ഗ്ലാസ്സിൽ 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 1-ാം പാൽ എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് പാൽ, അതാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാൽ ആണ് അതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ 2 നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാല് പിഴിഞ്ഞിട്ടുള്ള അതാണ് 1-ാം പാലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നമുക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാലെടുത്ത് കഴിഞ്ഞാൽ നാളികേരം വേസ്റ്റ് ആവില്ല. ഒരിക്കലും ഇല്ല. നമുക്ക് ഈ 1-ാം പാലെടുത്തതിന് ശേഷമുള്ള നാളികേരം കൊണ്ട് വെള്ളയപ്പം, നമ്മൾ ആപ്പം എന്ന് പറയുമല്ലോ, വെള്ളയപ്പത്തിനെ അരയ്ക്കുമ്പോൾ അതിൽ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ടുള്ള കുമ്പളങ്ങ കറിയോ അല്ലെങ്കിൽ പാലൊഴിച്ചിട്ടുള്ള തക്കാളി കറി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള നാളികേരം അരച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഇത്തിരി കൂടുതൽ നാളികേരം എടുത്തു കഴിഞ്ഞാൽ 2 നാളികേരമൊക്കെ എടുത്ത ഫസ്റ്റ് പാല് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പാൽ കൊണ്ട് നമുക്ക് കറികളിലേക്കോ അല്ലെങ്കിൽ ആപ്പത്തിലേക്കോ ഉപയോഗിക്കാം. പക്ഷേ ഇതിനാവുമ്പോൾ നമുക്ക് കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ കിണ്ണത്തപ്പം നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ വരും. നമുക്കിതിൽ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അടിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് നല്ല സ്മൂത്തായി നല്ല ഇതിൽ കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പണ്ട് എൻ്റെ അമ്മയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കും. അവിടെ കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അതിപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ്. അമ്മയൊന്നും പക്ഷേ മിക്സിയിൽ അടിച്ചിരുന്നില്ല. അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൈ വെച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കും. ഞാൻ അങ്ങനെയും ചെയ്യാം നമുക്ക്. പക്ഷേ അതേ തന്നെ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. വീട്ടിൽ വറുത്ത പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ വേണ്ടി വന്നു 1/2 കപ്പ് പൊടിക്ക്. ഇനി നമുക്ക് ഈ ജാറ് അടച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളും ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അതായത് നമുക്ക് അധികം വെള്ളം കൂടാൻ പാടില്ല. നമ്മളെ ദോശമാവിൻ്റെ ഒക്കെ അളവുണ്ടല്ലോ, അതിനേക്കാളും സ്വല്പം കൂടെ വെള്ളം വേണം. ആ ഒരു അവസ്ഥയിലായിരിക്കണം ഇത് തയ്യാറാക്കേണ്ടത്. വെള്ളത്തിൻ്റെ അതായത് വെള്ളം എന്ന് പറയുന്നത് പാല്, അതിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് മധുരം ഒന്ന് നോക്കാട്ടോ. ഈ സമയത്ത് മധുരം സ്വല്പം മുന്നിട്ട് നിൽക്കണം. മധുരം കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ പരട്ടിയിട്ട് നന്നായിട്ട് തടവി കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് നല്ലത്. അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഓയിലൊന്നും ഇതിന് നന്നാവില്ല.
പ്രത്യേകിച്ച് നെയ്യൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണയാണ് ഇതിന് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് ഈ പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ, അതിൽ നിന്ന് ഇത് ഒഴിക്കണേക്കാൾ മുമ്പ് ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ട് ഈ പ്ലേറ്റിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പക്ഷേ എനിക്ക് ഇത്തിരി കട്ടി കുറവാണ് ഇഷ്ടം. ഞാൻ മുന്നേ ഇത് തയ്യാറാക്കിയിരുന്നു. അന്നേരം എനിക്ക് ഈ അളവിൽ 3 കിണ്ണത്തപ്പം കിട്ടി. ഞാനിപ്പോഴും അതുപോലെ 3 കിണ്ണത്തപ്പാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യാനുസരണം ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല ജീരകം ആഡ് ചെയ്യാം. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേറൊരു ഇതുണ്ട്. നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുമല്ലോ, അപ്പം അന്നേരം അതിൽ സ്വല്പം ഇട്ടാലും ആ ഒരു ഇത് വന്നോളും. ചിലർക്ക് ഇങ്ങനെ ജീരകം കടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ എനിക്ക് അത് കാണാനായാലും കഴിക്കുമ്പോഴും ഒത്തിരി ഇഷ്ടമാണ്. അത് ആദ്യം അങ്ങനെ ഇതായിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. ഞാനതുകൊണ്ട് ഇതിലേക്ക് നല്ല ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ജീരകം കടിക്കുക, അതിന് ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ആവി കയറ്റാനായിട്ട് വെള്ളം വെക്കുമല്ലോ, ആ വെള്ളത്തിൽ സ്വല്പം ജീരകം ഇട്ടതിന് ശേഷം ഇത് ആവി കയറ്റി വേവിച്ചാൽ ആ ഒരു നല്ലൊരു മണം അതിന് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് വേവിക്കുന്നത്. ഇത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ പ്ലേറ്റിലേക്ക് വെളിച്ചെണ്ണ തടവി ബാറ്റർ ഒഴിച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് എടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് മറ്റേ കിണ്ണം ഇതിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്കും ഞാൻ നല്ല ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ 3 കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലങ്ങൾ ഓർമ്മ വരും. അതുപോലെ നമ്മുടെ അമ്മമാരേനെ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ എൻ്റെ അമ്മയെ മിസ് ചെയ്യാണ്. ഞാനിത് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പണ്ടത്തെ പലഹാരത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.